കർക്കിടകം ഹൈന്ദവ ആചാരപ്രകാരം പൊതുവെ പ്രാധാന്യമേറെയുള്ള ഒരു മാസമാണ്. രാമായണ മാസം എന്ന് നാം പൊതുവെ പറയുന്നു. ജൂലൈ 17 വ്യാഴാഴ്ചയാണ് കർക്കിടക മാസ ആരംഭം. വിഷ്ണു, ലക്ഷ്മി ഭഗവാന്മാരുടെ അനുഗ്രഹം വരുന്നത്. കർക്കിടക മാസം വരുന്നതിന് മുൻപേ നാം ചില അശുഭകരമായ വസ്തുക്കൾ എടുത്തു നീക്കുന്നത് ലക്ഷ്മി ദേവിയെ സ്വാഗതം ചെയ്യാനും സർവ്വ ഐശ്വര്യത്തിനും സഹായിക്കുന്നു. ഏതെല്ലാം വസ്തുക്കളാണ് കർക്കിടകം 1-ന് മുന്നായി കളയേണ്ടതെന്ന് നമുക്ക് നോക്കാം. തുളസി വീടിന് മുന്നിലോ വീട്ടിലോ തുളസി മുരടിച്ച രൂപത്തിലുണ്ടെങ്കിൽ അത് നീക്കുക. ഇതിൻ്റെ ഭാഗങ്ങൾ ഉണങ്ങിയെങ്കിൽ ഇത് ഒടിച്ചു നീക്കുക. തുളസി വീട്ടിലില്ലെങ്കിൽ വീടിനു മുന്നിൽ ഒരു തുളസി തൈ വച്ചു പിടിപ്പിക്കുക. കരിഞ്ഞതോ മുരടിച്ചതോ ആയ തുളസി കർക്കിടക മാസത്തിൽ വീടിനു മുന്നിൽ ഉണ്ടാകരുത്. കന്നിമൂല. അടുത്തത് വീടിൻ്റെ കന്നിമൂലയാണ്. വീടിൻ്റെ തെക്കു പടിഞ്ഞാറേ മൂലയിൽ മാറാല പിടിച്ചാൽ ഇത് നീക്കണം. വീട്ടിൽ കർക്കിടകം 1-ന് മുന്നായി മാറാല നീക്കണം. കന്നിമൂലയിൽ നിന്ന് തീർച്ചയായും മാറ്റുക. ഇത് വീടിന് പുറത്തായാലും അകത്തായാലും. കത്തിക്കുന്ന നിലവിളക്ക്. അടുത്തതായി കത്തിക്കുന്ന നിലവിളക്കിന് ചോർച്ചയുണ്ടോ എന്ന് നോക്കുക. നിലവിളക്കിൻ്റെ പാദഭാഗത്ത് എണ്ണ വന്നു നിന്നാൽ അല്ലെങ്കിൽ താലത്തിൽ വിളക്ക് വച്ചാണ് കത്തിക്കുന്നതെങ്കിൽ ആ താലത്തിൽ എണ്ണ കെട്ടി നിൽക്കും. ചോർച്ചയുള്ള നിലവിളക്ക് മാറ്റുക. കർക്കിടക മാസത്തിൽ പ്രത്യേകിച്ചും ഇത്തരം നിലവിളക്ക് പാടില്ല. വീട്ടിലെ ധനസ്ഥാനം. അടുത്തത് വീട്ടിലെ ധനസ്ഥാനം വൃത്തിയാക്കുക. അതായത് പണം വയ്ക്കുന്നത് അലമാരയിലോ പെട്ടിയിലോ ആണെങ്കിൽ കീറിപ്പറഞ്ഞതും ഉപയോഗശൂന്യവുമായ വസ്തുക്കൾ നീക്കുക. ഇത് തുണികളാണെങ്കിലും പേപ്പറാണെങ്കിലും എല്ലാം നീക്കുക. വീടിൻ്റെ മുറ്റം. വടക്കുകിഴക്കേ ഭാഗം, നാം ഇറങ്ങുന്ന ഭാഗം എന്നിവിടങ്ങൾ പ്രത്യേകിച്ചും ഉണങ്ങിയ വൃക്ഷ ലതാദികൾ, പൊട്ടിയ ചെടിച്ചട്ടികൾ എന്നിവ ഉണ്ടെങ്കിൽ മാറ്റുക. കർക്കിടക പുലരിയിൽ ഇവ കണി കാണുന്നത് തന്നെ ഏറെ ദോഷമാണ്. ഇത് കണി കണ്ടാൽ ജീവിതത്തിൽ തകർച്ചയാകും ഫലം. പൂജാമുറിയും ഇതുപോലെ തന്നെ വൃത്തിയാക്കുക. ഉണങ്ങിയതും കരിഞ്ഞതുമായ പൂക്കളും പുഷ്പാഞ്ജലി ഇലകളുമെല്ലാം നീക്കം ചെയ്യുക. ഇതുപോലെ നിലവിളക്കുകൾ ഉപയോഗശൂന്യമായത് നീക്കാം. ഉപയോഗിക്കാത്തവ നല്ലതുപോലെ തുടച്ച് വൃത്തിയാക്കാം. ദൈവങ്ങളുടെ പൊട്ടിയതായ വിഗ്രഹങ്ങളും കീറിയ കലണ്ടറുകളുമെല്ലാം നീക്കുക. ഇതുപോലെ നിറം മങ്ങിയ ചിത്രങ്ങളും നീക്കുക. നടക്കാത്ത ക്ലോക്ക്. അടുത്തതായി നടക്കാത്ത ക്ലോക്കുകൾ നീക്കം ചെയ്യുക. അടുത്തത് പഴയ കലണ്ടറുകളും മാറ്റുക. വാസ്തുപ്രകാരം ഇവ രണ്ടിനും ഏറെ പ്രാധാന്യമുണ്ട്. ഇവ നെഗറ്റിവിറ്റിയാണ്. വീട്ടിലെ പ്രധാന വാതിലും അരിപ്പാത്രവും തുടച്ച് വൃത്തിയാക്കി വയ്ക്കുക. പൊടിയോ അഴുക്കോ മാറാലയോ ഉണ്ടെങ്കിൽ ഇതെല്ലാം തന്നെ നീക്കുക. ഇതുപോലെ പഴകിയ ഭക്ഷണ വസ്തുക്കളും നീക്കുക.